ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു സ്റ്റോറീസ്, പോയി കണ്ടിട്ട് വാ. അപ്പൊ നമ്മള് കുറേ നാൾക്ക് ശേഷം കർക്കിടകമൊക്കെ കഴിഞ്ഞ് ചിങ്ങം വന്നു, കല്യാണങ്ങളുടെ സീസണായി. പക്ഷേ ഇന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തൊരു കല്യാണത്തിനാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഞാൻ ആ കല്യാണത്തിന് പോകുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അമ്മയുടെ അബ്സെൻസിൽ എനിക്ക് പോകേണ്ടി വന്നു. അപ്പൊ നമുക്കൊരു ക്വിക്ക് അല്ല, വളരെ ലാഗ് ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി ചെയ്യാം. കാരണം നമ്മൾ സ്കിന്നിലൊന്നും ചെയ്തിട്ടില്ല, എഴുന്നേറ്റ് വന്ന വഴിയാണ്. നമുക്ക് ആദ്യം സ്കിന്നിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ഇത് ഓറഞ്ച് പിഴിഞ്ഞതിൻ്റെ ആ സാധനമാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. അരിപ്പൊടി, കുറച്ച് ഗ്രെയിൻസ് കുറഞ്ഞ തരി, ഇങ്ങനെ മുട്ടമുട്ടല്ലാത്ത, അതായത് ഭയങ്കര വലിയ തരി ഇല്ലാത്ത അരിപ്പൊടി എടുക്കണം. കാരണം നമ്മുടെ മുഖമാണ്, നമ്മളതിനെ ഉരച്ച് ചീത്താക്കരുത്. നമുക്കൊരു കുഞ്ഞ് സ്ക്രബ് ഉണ്ടാക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ അരിപ്പൊടി ഇട്ട ഭാഗം കൊണ്ട് നമുക്ക് നന്നായിട്ട്, എസ്പെഷ്യലി നോസിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് കാരകാര ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. നമുക്ക് ഓറഞ്ച് പീൽ സ്ക്രബൊക്കെ, ഓറഞ്ച് സ്ക്രബൊന്നും നമ്മൾ വാങ്ങണ്ട. നമുക്ക് ഇങ്ങനെ തന്നെ ഓറഞ്ച് സ്ക്രബ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. എന്നെപ്പോലെ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. എനിക്ക് ഇതിൻ്റെ എല്ലയൊക്കെ പിഴിഞ്ഞ് പണിയെടുക്കാൻ കഴിയും. അതേപോലെ ചുണ്ടിൻ്റെ ഇവിടെ ചുണ്ടുണ്ടോ, നമുക്ക് ചെറിയ രീതിയിൽ ഡെഡ് സ്കിന്നിനൊക്കെ ഇത് വെച്ച് ഓടിക്കാൻ പറ്റും കേട്ടോ. ചെറിയ രീതിയിൽ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് പോയി കിട്ടും. ഭയങ്കര വലിയ രീതി പോലെ ചെറുതായിട്ട് പറ്റാവുന്നത്ര സമയം ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്ത് വന്നു. ഇപ്പൊ തന്നെ ആ കാരകാരയൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ആ മൂക്ക് തൊട്ട് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓറഞ്ചിന്റെ തൊലി മാത്രമേ ഉള്ളൂ, ജ്യൂസ് എവിടെ, ജ്യൂസ് എവിടെയാണ്? ഇതാണ് ഗൈസ് ജ്യൂസ്. ഇത് ഞാൻ മൾട്ടാണി മിട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മൾട്ടാണി മിട്ടിയും ഇതും കുറച്ച് വെള്ളപ്പരുവായിപ്പോയി, ക്യാൻ സീ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മാനേജബിൾ. നമുക്ക് എൻ്റെ മുഖം ഓയിലി സ്കിന്നാണ്, ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ മൾട്ടാണി മിട്ടിയും ഓറഞ്ച് ജ്യൂസൊക്കെ എനിക്ക് ബെസ്റ്റാണ്. ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കാണ് നമുക്കത് ഒരു ക്യുക്ക് ഫേഷ്യലൊന്നും പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്യാം ബേസ്. അതൊരു നല്ല ഐഡിയ. മിക്സ് ചെയ്തിട്ട് ഗോതമ്പ് പൊടി നല്ലോണം കട്ടിക്ക് മാവ് നനക്കണ പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നതിനേക്കാളും കഷ്ടമാണ് പ്രിപ്പയർ ചെയ്യാത്ത കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയാവും. ഭയങ്കര പണിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ക്ലീനപ്പോ ഒരു വീശലോ അല്ലെങ്കിൽ ഒരു പാക്കറ്റിങ്ങിൽ വാങ്ങി മൊത്തം ഇറക്കില്ലേ. ഇപ്പം നമ്മൾ അവസാന സമയം അവിടെ അറിയുന്നത് നമ്മൾ കല്യാണത്തിന് പോകും. ഹൊറിബിൾ സിറ്റുവേഷൻ. ഇപ്പം ഇതുണങ്ങട്ടെ, നമുക്കിനി കുളിച്ചിട്ട് കാണാം. സ്കൂളിലിട്ട് ഹായ്, ഞാൻ കുളിച്ച് സുന്ദരിയായി മുടിയൊക്കെ ജസ്റ്റ് വാഷ് ചെയ്തൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. അക്വാലോജിക്കയുടെ ഇതിടാം, സൺസ്ക്രീൻ ഇടാം. മുടിയിൽ നിന്ന് നമ്മൾ പരീക്ഷണങ്ങളൊന്നും നടത്തുന്നുണ്ടെങ്കിൽ മുടി അഴിച്ചിടാമെന്ന് വിചാരിക്കുന്നു. തൊഴിൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ സമയം പോകും. പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ പല ആൾക്കാർക്കും എന്തിനാണ് പ്രൈമർ ഉള്ളതെന്ന് അറിയില്ല. നമ്മൾ അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ ആഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈമർ ഇട്ടില്ലെങ്കിൽ നമ്മുടെ പോർസിൻ്റെ ഉള്ളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ പോകും. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഒരു ഡബിൾ ക്ലെൻസിങ് ഒക്കെ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ആ ഫൗണ്ടേഷൻ പോർഷൻ അങ്ങനെ തന്നെ നിൽക്കും. അത് അവിടെ ബാക്ടീരിയ ഉണ്ടാക്കും, നമുക്ക് കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കവറപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമർ ചെയ്യാം. പ്രൈമർ മേക്കപ്പ് പീസിൽ റിമൂവ് ചെയ്യാനും സഹായിക്കും. അതേപോലെ തന്നെ
ബ്ലെൻഡ് ആകാൻ സഹായിക്കും, ഫേസില് ഇവനായിട്ട് കുണ്ടും കുഴിയും നികത്താനും സഹായിക്കും. പ്രോ കൺസീൽ ഇതിന് ചെറിയ പ്രശ്നമുണ്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവില്ല. നല്ലോണം ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ബ്ലെൻഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ആ ഒരു എന്താ പറയുക, പിഗ്മെന്റഡ് അല്ല, വല്ലാണ്ടൊരു വാട്ടറിയൊരു എഫക്റ്റ് ഉണ്ട്. നിങ്ങളത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പം ഞാൻ മൊത്തം ഓറഞ്ച് കുളിച്ച് പോയിരിക്കോടും. എനിക്കൊരു ഓറഞ്ച് കളറാണ്. ഒരു ഡോട്ട് ഡോട്ട് ഇട്ടാൽ മതി. കൈകൾ യൂസ് ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല, പകരം നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫൗണ്ടേഷൻ പെട്ടെന്ന് ഒരു ക്വിക്ക് ഫിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. നമ്മൾ ഫുൾ കവറേജ് പോലെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു കൺസീലർ ആൻഡ് ഫുൾ കവറേജ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഫുൾ കവറേജ് തരില്ലെങ്കിലും നമുക്ക് നോസിൻ്റെ മുകളിൽ, ഫോർ ഹെഡിൻ്റെ ദിബടെ, ചിന്നിൻ്റെ ദിബടെ, ഇവിടെ നമുക്ക് വേറെ സാധനം കഴുത്തിൽ നമ്മൾ മിസ്സാക്കി. കാരണം കഴുത്തിൽ ഇതിട്ടില്ലെങ്കിൽ നമ്മുടെ കഴുത്തും മുഖവും വേറെ പഞ്ചായത്തിൽ നിന്ന് വന്ന പോലെ ഇരിക്കും. ഇൻസൈറ്റിന്റെ ഒരു കോൺടോർ സ്റ്റിക്ക് അല്ല, ഒരു കോൺടോർ ക്രീം നമുക്ക് ഇവിടെ ഇങ്ങനെ പോയി അപ്ലൈ ചെയ്യാം. നമ്മുടെ ചീക്സ് ഒക്കെ ഒന്ന് മെലിഞ്ഞിരിക്കാൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ അപ്ലൈ ചെയ്യാം. കോൺടോറിംഗ് ആണ്. കുറേശ്ശെ മതി. കണ്ണിന്റെ പുറത്തോട്ട്, നോസിന്റെ താഴത്തോട്ട്, കണ്ണിന്റെ പുറത്തോട്ട്, നോസിന്റെ താഴത്ത്, കണ്ണിന്റെ പുറത്തോട്ട്, നോസിന്റെ താഴത്ത്. വേണം. അപ്പം നമ്മൾ ഇതിന് കോൺടോറും കൂടെ ചെയ്യണം. കോൺടോർ ചെയ്യാൻ നമ്മൾ ഈ ഒരു പോർഷൻ ആണ് കൊടുക്കുന്നത്. അതാ ഇവിടെ മാത്രം നമ്മൾ ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ലൈക്ക് ദിസ്. ഇവിടെ മാത്രം നമുക്ക് ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പോകണം കേട്ടോ. ഇവിടെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെയാണ്, അതിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡോട്ട് 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 ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോട്ട് 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 ഡോട്ട്. ഇവിടെ മുകളിൽ ഇച്ചിരി ഡോട്ട് ഡോട്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ കഴുത്തിൻ്റെ ഈ ഇത് മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡബിൾ ചിന്നൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദിസ്. അപ്പോൾ നമുക്ക് അവിടെ കവറപ്പായി. ഇടണം. ഇവിടെ നമുക്കിതിങ്ങനെ മുകളിലോട്ട് കൊടുക്കാം. ബ്രഷ് ഒന്നും ഇങ്ങനെ പിടിക്കാം. കോണ്ടോറിങ് ബ്രഷ് ഇല്ലാത്ത ആൾക്കാർ സാധാരണ ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് കോണ്ടോർ ചെയ്യാൻ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് കോണ്ടോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രൗൺ ഐ ആണ്. ബ്രൗൺ ഐ നമുക്കൊന്ന് ഈ ഒരു ബ്രൗൺ കളർ എടുക്കാം. ലൈക്ക് ദിസ്. ഇതിൻ്റെ ഫുള്ള് പാലറ്റൊക്കെ പൊട്ടിച്ചിരിക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കാം. കൈ ആണ് കേട്ടോ, കൈക്ക്. ഓക്കെ. ചുമന്നിട്ടില്ലേ, ചുമന്ന് തുട്ടിത്തില്ലേ. നീ എന്തോ കോമ്പാട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അയ്യേ കൂടിപ്പോയി. അല്ല, നമ്മൾ കുറക്കും. വീട്ടിൽ ഐബ്രോസും സെറ്റ് ചെയ്യാം.
കുറച്ച് കാറ്റ് കൊണ്ട് പോകും, കുറച്ച് വെയിൽ കൊണ്ട് പോകും. ഇട്ടപ്പൊടിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ. ഓക്കെ, നമ്മൾ വിചാരിക്കും കല്യാണത്തിന് പോകുമല്ലേ, ഹൈലൈറ്റർ ഇവിടെ, വേർ ഇസ് മൈ ഹൈലൈറ്റർ? ഹൈലൈറ്റർ ഇല്ലാണ്ട് ഇത് കല്യാണം ഗൈസ്. കണ്ണിൽ നമ്മൾ മസ്കാറ്റ് ഇടാൻ മറന്നു. ഞാൻ നേരത്തെ ഇട്ടെന്നല്ല, അത് നൈക്കയുടെയാണ്. നൈക്കയുടെ പേരൊക്കെ പോയി. പിന്നെ കണ്ണിൻ്റെ മുകളിൽ നീശ് ഥോടാ ഥോടാ, ഇവിടെയും ഥോടാ ഥോടാ. ജിമിക്ക ഇടാം. കുറച്ച് കുപ്പിയോടെ പച്ചപ്പൊട്ട്, പച്ച പിടിച്ച് നാട്ടിൽ കയറ്റോട്ടെ. ഇതൊക്കെ പറ. ഒരു റീലും കൂടെ എടുക്കാനുണ്ട്. സെറ്റ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി നേരെ കല്യാണ മണ്ഡപത്തിലെത്തി. വളരെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ചെക്കനും പെണ്ണും പോയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നേരത്തെ എത്തിക്കൊണ്ട് ഫുഡും കഴിച്ച് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് പോകുന്നു. ട്രയൽ മതി.